ഹായ് എവരി വൺ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു ടെമ്പിൾ വിസിറ്റ് ആട്ടോ. ഏത് ടെമ്പിളിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ ഓൾറെഡി തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും പറ്റുമെങ്കിൽ അവിടുത്തെ ഹിസ്റ്ററിയും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ രാവിലെ സാരിയൊക്കെ കൊടുത്തു അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ ആരുടെ കൂടെയാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത് എല്ലാം നമുക്ക് ഇനിയിപ്പോൾ വീഡിയോയിലൂടെ കാണാമേ. എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, ഞാൻ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസം രാത്രി എനിക്ക് ഉറക്കം വരാറേ ഇല്ല. സെയിം തന്നെ ഇന്നും ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഞാൻ പറയാം, എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം സിയാവുനെ ആര്യയൊക്കെ. അപ്പോൾ അവരുടെ കൂടെ കേട്ടോ ഞാനിന്ന് ടെമ്പിളിൽ പോകുന്നത്. സിയാവുനോട് പറയാമെന്ന് ഒരു ഹായ് കാണിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ അവൾ ഭയങ്കര വേറെ മൂഡില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈപ്പൊക്കി കാണിച്ചിട്ടേ ഉള്ളൂ. ഇത്രയൊക്കെ മതി എന്നുള്ള രീതിയിൽ. പിന്നെ ആൾ എൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ ഞങ്ങളുടെ കുറച്ച് ചേഷ്ടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളീ കാണുന്നത്. ഇത് ഭയങ്കര ക്യൂട്ടല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് കറക്റ്റ് 7 മണിക്കാട്ടോ. ഇവിടെ നിന്നൊരു 1 hour ട്രാവൽ ഉണ്ട് അമ്പലത്തിലേക്ക്. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പുമ്മേക്കാട്ട് മലയിലേക്കാട്ടോ പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലുള്ള വടവ എന്ന സ്ഥലത്താട്ടോ ഈ നമ്മുടെ നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഈ അമ്പലത്തെക്കുറിച്ച് കേൾക്കുന്നത് ആര്യ പറഞ്ഞിട്ടാണ്. എനിക്ക് മണ്ണാറശാലയും വെട്ടിക്കോടും അല്ലാതെ എനിക്ക് മറ്റൊരു അമ്പലം നാഗരാജ ക്ഷേത്രം അറിയില്ലായിരുന്നു. ആര്യ വഴിയാട്ടോ ഞാനിത് അറിയുന്നത്. അങ്ങനെ ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോൾ എത്തി. വലിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്, അതുകൊണ്ട് ബസ് പോലുള്ളതൊക്കെ വന്നാൽ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ. ഇനി ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഒരു സർപ്പാരാധന കേന്ദ്രമായതുകൊണ്ട് തന്നെ അതിൻ്റെ കവാടം മുതൽ അതിൻ്റെ മതിലായാലും ബാക്കിയുള്ള സ്പേസിലായാലും അവർ നാഗങ്ങളുടെ രൂപങ്ങളാണ് കുത്തിവെച്ചിരിക്കുന്നത്. പിന്നെ അതായത് ഈ മതിലിനപ്പുറത്തേക്കെല്ലാം നല്ല കാടാണ്, ഇടതൂർന്ന് വളർന്ന കാടുകളാണ്. മഴയും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി നല്ല രീതിയിൽ കിട്ടും. ചിലർക്കത് കണ്ടാൽ പേടി തോന്നും. എനിക്ക് ആ പേടി ഉണ്ടായില്ല, പക്ഷെ നല്ല ഭംഗിയാട്ടോ തോന്നിയത്. ചെല്ലുമ്പോൾ തന്നെ ആദ്യം ഒരു ലൈൻ നിങ്ങൾ കണ്ടില്ലേ, അവിടെ നമുക്ക് നമ്മുടെ നൂറും പാലും കഴിക്കാനും നാഗബലി അങ്ങനെയുള്ള പ്രത്യേക പുഷ്പാഞ്ജലി അതെല്ലാം നമുക്ക് അവിടെ എഴുതി കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രത്യേകം പറയാം, ഗൂഗിൾ പേ ഇല്ല, ക്യാഷ് കൗണ്ടറാണ് കേട്ടോ. ഗൂഗിൾ പേ വർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ വർക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിവതും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ക്യാഷ് കയ്യിൽ വെക്കാൻ മറക്കരുത്. അതുപോലെ അകത്തും ആ സൈഡിൽ ഒരു വഴിപാട് കൗണ്ടർ ഉണ്ട്. ഇതാണ് മനയുടെ ഉൾവശം വരുന്നത്, അതായത് ആ ഒരു മുറ്റം പോലൊക്കെ വരുന്നത് ഈ ഭാഗമാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് ആദ്യത്തെ തെക്കിനിയിലെ കെടാവിളക്ക് ഉള്ളത്. ഇത് നമുക്ക് പുറത്തുനിന്ന് തൊഴാനേ പറ്റുള്ളൂ, കാരണം പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. എനിക്കറിയാവുന്ന ചരിത്രം ഞാനൊന്ന് ഓടിച്ച് പറയാമേ. മേക്കാട്ട് മനക്കാരെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മന്ത്രത്തിലും തന്ത്രത്തിലും എല്ലാം പ്രാവീണ്യമുള്ളവരായിരുന്നെങ്കിൽ പോലും അവർക്ക് ദാരിദ്ര്യം നന്ദി അനുഭവിക്കാനായിരുന്നു വിധി. അപ്പോൾ അതിനൊരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ മൂത്ത നമ്പൂതിരി തിരുവഞ്ചിക്കുള ക്ഷേത്രത്തിൽ ഒരു ഭജന ഇരിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഒരു രാത്രി വാസുകി മാണിക്യക്കല്ലുമായിട്ട് നമ്പൂതിരിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും വരങ്ങൾ ആവശ്യപ്പെടാൻ പറയുകയും ചെയ്തു. അപ്രകാരം നമ്പൂതിരി ആവശ്യപ്പെട്ട ഒറ്റ വരമായിരുന്നു. ഒറ്റ വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസുകി തൻ്റെ ഭവനത്തിൽ ഉണ്ടാവണമെന്നും അതുപോലെ തൻ്റെ ദാരിദ്ര്യത്തിന് അറുതി വരുത്തണമെന്നും ആവശ്യപ്പെട്ടു. അത് വാസുകി നൽകുകയും ചെയ്തു. അങ്ങനെയാണ് വാസുകി മേക്കാട്ടുമനയിലെ പരദേവതയായത്. വാസുകിക്കൊപ്പം നാഗയക്ഷിയെയും തെക്കിനിയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കെടാവിളക്ക് എന്നും കത്തിക്കൊണ്ടിരിക്കും. ആ വിളക്കിലെ എണ്ണയാണ് നമുക്ക് പ്രസാദമായിട്ട് ഇവിടെ തരുന്നത്. അത് നാക്കിൽ തൊടാതെ നേരെ തൊണ്ടയിലേക്ക് ഇറക്കുക ചെയ്യുന്നത്. വീഡിയോയുടെ തുടക്കം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കെടാവിളക്കിൻ്റെ കാര്യം, അതാണ് കേട്ടോ. ഞങ്ങൾ ചെന്ന ദിവസം പായസമൊക്കെ ഉണ്ടായിരുന്നു, ആയില്യം ആയതുകൊണ്ടാവാം. പിന്നെ ഈ അമ്പലത്തിൽ കിട്ടുന്ന ഒന്നും തന്നെ നമ്മൾ ഇവിടെ വെച്ച് കഴിക്കുക, അത് പുറത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക. മനയുടെ അകത്തേക്ക് പ്രവേശനം എല്ലാ ദിവസവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് വരുന്ന ദിവസങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥുനം, കർക്കിടകം, ചിങ്ങം ഒഴിച്ചു വരുന്ന എല്ലാ മലയാള മാസം 1-ാം തീയതിയും നമുക്കിപ്പോൾ കയറാം. അതേപോലെ കന്നിമാസത്തിലെ ആയില്യം, മീനമാസത്തിലെ തിരുവോണം മുതൽ ഭരണി വരെയുള്ള ദിവസങ്ങളിലും മേടം 10-നും കർക്കിടകത്തിലെ അവസാന ദിവസവും എല്ലാവർക്കും മനയിലേക്ക് പ്രവേശനമുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കാറില്ലേ ഒന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ നാഗദൈവത്തോട് മാത്രം ചെന്ന് നിന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ കാണിച്ചു തരില്ല പക്ഷെ അനുഗ്രഹം ഉണ്ടാവണമെന്ന്. അങ്ങനെയല്ലേ? ഇനി നമുക്ക് തൊട്ടടുത്തൊരു ക്ഷേത്രത്തിലൂടെ പോകാം. അതായത് മേക്കാട്ടുമനയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, അങ്ങോട്ടേക്ക് പോകാം.
ഒരു നല്ല ഗ്രാമത്തിലാട്ടോ അമ്പലം നിൽക്കുന്നത്. അപ്പോൾ ആ പച്ചപ്പും എല്ലാം നല്ല ഭംഗിയാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. ആരും എനിക്കിവിടെ ഒരു ഭംഗിയുള്ള കുളം ഉണ്ടെന്ന് പറയുക. മഴയായതുകൊണ്ട് നല്ല വെള്ളമായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. നാട്ടിലെ അമ്പലത്തിലൊക്കെ ഒരു പോയ പ്രതീതിയായിരുന്നു. കാരണം എറണാകുളത്ത് സിറ്റിയുടെ നടുവിൽ നമുക്ക് ഇത്രയും ഒരു ഗ്രാമീണ ഭംഗിയുള്ള അമ്പലം ഇല്ല ആക്ച്വലി. ഞാനും ആരെയും കയറി അമ്പലത്തിൽ തൊഴുതു, ചുറ്റമ്പലമൊക്കെ ചുറ്റി വന്നു, എല്ലായിടവും പോയി. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ അമ്പലക്കുളത്തിൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം നിന്നു. അവിടുന്ന് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മണ്ണാറശാല ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഞാൻ പോയിരിക്കുന്ന അമ്പലം വെട്ടിക്കോടാണ്. അത് ഞാനൊരു 3-4 വർഷം പോയിട്ടുണ്ട്. കണ്ടിന്യൂസ്ലി എല്ലാ വർഷവും ആയില്യ പൂജയ്ക്ക് അവിടെ പോകാറുണ്ട്. ഇവിടെ നമുക്ക് പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റും, പക്ഷെ അവിടെ ഭയങ്കര തിരക്കാണ്. അത്രയും വലിയ അമ്പലവും കൂടിയാണ്. എല്ലാം കഴിഞ്ഞ് 10:47 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് ആലുവയിലെത്തി. നല്ലൊരു നെയ്റോസ്റ്റ് കഴിച്ചു. അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോരുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്